ലോക ക്രിക്കറ്റിലെ സിക്സർ വീരരെന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വമ്പൻ ലോക റെക്കോർഡിന് തൊട്ടുവരികയാണ്. അഫ്ഗാനിസ്ഥാനെതിരെ ഈ ആഴ്ച ആരംഭിക്കുന്ന T20 പരമ്പരയിൽ ഹിറ്റ്മാൻ ചരിത്രം കുറിക്കുമോ എന്ന ഉറ്റുനോക്കിയാണ് ആരാധകർ. ഇതിനകം സിക്സർ വേട്ടയിൽ പല റെക്കോർഡുകളും അദ്ദേഹം തന്റെ പേരിൽ കുറിച്ചു കഴിഞ്ഞു. ഇനി T20യിലെയും സിക്സർ കിങ് എന്ന പദവി തന്റെ പരിധിയിലാക്കാൻ ഹിറ്റ്മാന്റെ ശ്രമം. അന്താരാഷ്ട്ര T20യിൽ 200 സിക്സറുകൾ എന്ന അപൂർവ റെക്കോർഡിന് അരികിലാണ് രോഹിത്. ലോക ക്രിക്കറ്റിൽ ഇതുവരെ മറ്റൊരു താരത്തിനും സാധിച്ചിട്ടില്ലാത്ത നേട്ടമാണിത്. 18 സിക്സറുകളാണ് ഡബിൾ സെഞ്ചുറി തയ്ക്കാൻ രോഹിത്തിന് ഇനി ആവശ്യം. അഫ്ഗാനിസ്ഥാനുമായുള്ള 3 മത്സരങ്ങളുടെ പരമ്പരയിൽ തന്നെ ഹിറ്റ്മാൻ ഇത് നേടിയെടുക്കുമോ എന്നാണ് അറിയാനുള്ളത്. ഈ പരമ്പരയിൽ സാധിച്ചില്ലെങ്കിൽ രോഹിത്തിന് പിന്നീട് അടുത്തൊന്നും ഈ നേട്ടം പൂർത്തിയാക്കാൻ കഴിയില്ല. കാരണം അഫ്ഗാനിസ്ഥാനെതിരെ T20 പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യക്ക് പിന്നീട് അടുത്തൊന്നും T20 പരമ്പരകളില്ല. ഇന്ത്യയുടെ അടുത്ത T20 മത്സരം ജൂണിലാണ്. വെസ്റ്റ് ഇൻഡീസ്, അമേരിക്ക എന്നിവിടങ്ങളിൽ നടക്കുന്ന ICC T20 ലോകകപ്പിലാണ് ഇന്ത്യ കളിക്കുക. ദേശീയ ടീമിനായി രോഹിത് 148 T20 മത്സരങ്ങളിലാണ് ഇതിനകം കളിച്ചിരിക്കുന്നത്. ഇവയിൽ 140 ഇന്നിംഗ്സുകളിൽ ബാറ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ സമ്പാദ്യം 182 സിക്സറുകളാണ്. 30 ശരാശരി 139 സ്ട്രൈക്ക് റേറ്റോടെ രോഹിത് 3853 റൺസാണ് അടിച്ചെടുത്തിരിക്കുന്നത്. 4 സെഞ്ചുറികളും 29 ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും. കഴിഞ്ഞ വർഷം സിക്സർ വേട്ടയിൽ പല റെക്കോർഡുകളും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. നാട്ടിൽ നടന്ന ICC ഏകദിന ലോകകപ്പിലും രോഹിത് സിക്സറുകൾ വാരിക്കൂട്ടി. നിലവിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും അധികം സിക്സറുകൾ പറത്തിയ താരമെന്ന ലോക റെക്കോർഡ് രോഹിത്തിനാണ്. നേരത്തെ തലപ്പത്തുണ്ടായത് യൂണിവേഴ്സൽ ബോസ് വിശേഷിക്കപ്പെടുന്ന വെസ്റ്റ് ഇൻഡീസ് മുൻ ഇതിഹാസം ക്രിസ് ഗെയിലായിരുന്നു. അദ്ദേഹത്തെ തകർത്താണ് രോഹിത് ഇപ്പോൾ പുതിയ റെക്കോർഡിന് അവകാശിയായത്. 3 ഫോർമാറ്റുകളുമായി 582 സിക്സറുകളാണ് രോഹിത്തിന് പേരിലുള്ളത്. T20യിലെ 182 സിക്സറുകൾ കൂടാതെ ഏകദിനത്തിൽ 323 ടെസ്റ്റിൽ 77 സിക്സറുകൾ രോഹിത് വാരിക്കൂട്ടി. കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പിൽ രോഹിത് സിക്സർ മഴ പെയ്യിച്ചിരുന്നു. 11 മത്സരങ്ങളിൽ നിന്നും 31 സിക്സറുകളാണ് അദ്ദേഹം അടിച്ചെടുത്തത്. ടൂർണമെന്റിൽ ഏറ്റവും അധികം സിക്സറുകൾ അടിച്ചതും രോഹിത് തന്നെയായിരുന്നു. മറ്റാരും അദ്ദേഹത്തിന് അരികിൽ പോലും എത്തിയില്ല. ടൂർണമെന്റിൽ 25 മൂല്യ സിക്സറുകൾ അടിച്ച ഏകതാരവും രോഹിത് തന്നെയായിരുന്നു. അതേസമയം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം T20യിൽ ഇന്ത്യൻ T20 ടീമിലേക്കുള്ള രോഹിത്തിന്റെ മടങ്ങിവരവ് കൂടിയാണ് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള പരമ്പര. 2022 നവംബറിൽ നടന്ന ICC T20 ലോകകപ്പ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് 10 വിക്കറ്റിന് നാണംകെട്ട തോൽവിയേറ്റ ശേഷം രോഹിത് T20 ഫോർമാറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയായിരുന്നു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരെ തികച്ചും അപ്രതീക്ഷിതമായി അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെടുകയായിരുന്നു.